വെനസ്ഡേ ആണ്. 2025 ജാനുവരി 1 വെനസ്ഡേ ആണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വർഷം പുതുവർഷ പിറവി ഒരു വെനസ്ഡേയിലാണ്, ബുധനാഴ്ചയാണ്. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങളുടെ പേരൻസിനോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി തരാം. How many Wednesdays in 2025? 2025 മൊത്തം എത്ര വെനസ്ഡേസ് ഉണ്ടാവും? (2025) മൊത്തം എത്ര ബുധനാഴ്ചകൾ ഉണ്ടാവും എന്നാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം ഇതാണ്. 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 1 വെനസ്ഡേ ആണെങ്കിൽ ആ 2025 മൊത്തം ടോട്ടൽ എത്ര വെനസ്ഡേസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് നോക്കിയിട്ട് കോഹോസ്റ്റിന് വായിക്കാം. എത്രയാണ്? 53 is the right answer. അപ്പോൾ 53 വെനസ്ഡേസ് ഉണ്ടാവും. കാരണം ആ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വെനസ്ഡേസിലായതുകൊണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ദിവസമാണോ ആ ദിവസം നമുക്ക് 53 കിട്ടണം. പക്ഷേ 2025 എന്ന ആ വർഷം സാൻവിയ അല്ലെങ്കിൽ കോഹോസ്റ്റായ ഏതെങ്കിലും കുട്ടി 2025 എന്ന ആ ഇയർ ലീപ് ഇയർ ആണോ ഓർഡിനറി ഇയർ ആണോ? ഓർഡിനറി ഇയർ ആണ്. ഓർഡിനറി ഇയറില് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് വെനസ്ഡേ ആണെങ്കിൽ ആ ഇയർ മുഴുവൻ 53 വെനസ്ഡേസ് ഉണ്ടാവും. ബാക്കിയുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ബാക്കിയുള്ള 6 ദിവസങ്ങൾ 52 ഈച്ച് ഉണ്ടാവും. 6 into 52. 52നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 212ഉം ഈ 53 കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 65 ഡേയ്സ് ആണ് ഓർഡിനറി ഇയറിൽ മൊത്തം ഉണ്ടാകുക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരി. അപ്പൊ കലണ്ടറിൽ നിന്ന് ഒരു മാർക്ക് ഉണ്ടാവും കുട്ടികൾക്ക്. അത് എങ്ങനെയാണ് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കലണ്ടറിൽ ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. പേരൻസ് അവരെ സഹായിക്കുക, അവരെ കൂടെ ഇരിക്കുക. 2025 ജാനുവരി 1 എത്രയാണ്? ഏതാണെന്ന് പറഞ്ഞത്? ഏത് ദിവസമാണെന്നാ പറഞ്ഞത്? വെനസ്ഡേ. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് WED എന്ന് എഴുതി. ഇനി മലയാളം മീഡിയം കുട്ടികളുടെ ശ്രദ്ധിച്ചോളൂ. 2025 ജനുവരി 1 ബുധനാഴ്ച. ഞാൻ 2026 പറ്റി പറയുന്നില്ല. 2027 പറ്റി ഞാൻ പറയുന്നില്ല. 2028 വേണ്ട. ഞാൻ ചോദിക്കുന്നു 2029 എന്ന വർഷം വന്നാൽ ആ ജാനുവരി 1 ഏത് ദിവസമായിരിക്കും? 2025 January 1st is a Wednesday. 2029 January 1st will be what day? Okay. 2025 ജാനുവരി 1 വെനസ്ഡേ ആണെങ്കിൽ 2029 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 7 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? ഇതില് ഏതെങ്കിലും കുട്ടിക്ക് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. 2029 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് നിങ്ങളുള്ള ചോദ്യം.
Monday. അത് വെച്ചിട്ട് ഓരോ ഇയറും നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഓരോ ഇയറിലേക്ക് നമുക്ക് പോകാം. 2026 2021 ഓർഡിനറി ഇയർ ആണ്, സാധാരണ വർഷമാണ്. 2026 ജാനുവരി 1. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഓർഡിനറി ഇയറിൽ ഏത് ദിവസമാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ ദിവസം ഡിസംബർ 31 എൻഡ് ചെയ്യുന്നതും അതേ ദിവസമായിരിക്കും. 2025 ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്തത് വെനസ്ഡേ ആണെങ്കിൽ ഡിസംബർ 31 വെനസ്ഡേ ആയിരിക്കും. 26 ജാനുവരി 1 അത് തേഴ്സ്ഡേ ആയിരിക്കും. ഇനി 2026 ജാനുവരി 1 തേഴ്സ്ഡേ ആണ്, 26 അതും ഓർഡിനറി ഇയർ ആണ്, സാധാരണ വർഷമാണ്. ഡിസംബർ 31 എൻഡ് ചെയ്യുന്നതും ആ തേഴ്സ്ഡേ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2026 ഇനി 2027ലേക്ക് പോകാം. 2027 ജാനുവരി 1 നമുക്ക് പോകുന്നത് അടുത്ത ദിവസം ഫ്രൈഡേയിലേക്കാണ്. 2028 അതിലേക്ക് വരുന്നു. 2028 നിങ്ങൾ മനസ്സിലാക്കണം, അത് ലീപ്പ് ഇയർ ആണ്, അതിവർഷമാണ്. എന്നാലും ജാനുവരി 1 ഒരു മാറ്റവും ഇല്ല. ആ ജാനുവരി 1 കടക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് സാറ്റർഡേയിലേക്ക് തന്നെ കൊടുക്കാം. സാറ്റർഡേ കണ്ടോ നിങ്ങൾ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. കാരണം ഈ ഇയറിലൊക്കെ ഓർഡിനറി ഇയർ ആയതുകൊണ്ടാണ്. നമ്മൾ ലീപ്പ് ഇയറിലേക്ക് കയറുന്നതോടുകൂടി ജാനുവരി 1 സാറ്റർഡേ ആണ് വന്നിരുന്നതെങ്കിൽ ആ 2028 ഡിസംബർ 31 തൊട്ടടുത്ത ദിവസമായ സൺഡേ ആയിരിക്കും. 2028 ഡിസംബർ 31 അത് സൺഡേ ആണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം 2029 അടുത്ത വർഷത്തേക്ക് കടന്നു. ജാനുവരി 1 അത് മൺഡേ ആയിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ അടുത്ത് തന്നെ ഈ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുക. 86171729. ഒരു ചോദ്യം ഞാൻ ഇവിടെ വിവരിച്ചു. 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്, അവരുടെ അറിവ് നമുക്കറിയാം. അവരെ സഹായിക്കാൻ വേണ്ടി പേരൻസ് ഇരിക്കുന്നു. ഞാനൊരു ചോദ്യം ഇവിടെ കൊടുത്തത് ഇങ്ങനെയാണ്: 2025 ജാനുവരി 1 വെനസ്ഡേ ആണെങ്കിൽ 2029 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നൊരു വേറെ ചോദ്യമാണ് അവരോട് കൊടുത്തത്. കലർ മാത്സിൽ ഒരു പക്ഷേ അങ്ങനെ ചോദിക്കാം. ആ കുട്ടികൾ അത് കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടെയുള്ള പേരൻസിന് ഒരു ഗ്യാപ്പിൽ ഈ നമ്പറിൽ വിളിക്കാം. മാത്രമല്ല, നമ്മൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരു ഇടവേള, ഒരു ഇന്റർവെൽ കൊടുക്കും, ഒരു 5 മിനിറ്റ്. അതിനുശേഷം ആ സമയത്ത് നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ സംശയം എന്നെ വിളിക്കാം. പോകുന്നു നമ്മൾ അടുത്തതിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടോ? അതിനോട് ചേർത്തിട്ട് നിങ്ങൾക്ക് അതേ വലുപ്പത്തിലുള്ള ഒരു സ്ക്വയർ വീണ്ടും വരയ്ക്കാം. അതിനോട് ചേർത്തിട്ട് ഇതേ വലുപ്പത്തിലുള്ള ഒരു സ്ക്വയർ അതിനോട് ചേർത്ത് മക്കളൊന്ന് വരച്ചേ. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. തൊട്ട് താഴെ മക്കൾക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. അപ്പൊ ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇതിങ്ങനെ വ്യാഖ്യാനിക്കാം. എങ്ങനെ? ആദ്യം ഇതൊരു വലിയ റെക്റ്റാങ്കിൾ ആയിരുന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ആ റെക്റ്റാങ്കിളിനെ ആദ്യം ഞാൻ ചെറിയ 2 സ്ക്വയർ ആക്കി മാറ്റി എന്ന് പറയാം. അതിന്റെ അടിയിൽ ഞാൻ ഒരു കുറച്ച് നീളമുള്ള ഒരു റെക്റ്റാങ്കിൾ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം.
ഞാൻ ചെറിയ രണ്ട് ഒരേപോലെയുള്ള സ്ക്വയർ ആക്കുകയും അതിനിടയിൽ ചെറിയൊരു റെക്ടാങ്കിളും കൊടുത്തു. ഇതാണ് ആ രൂപം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിന് ആൻസർ പേരൻസിന്റെ സഹായത്തോടു കൂടി ചെയ്യുക. ഈ വലിയ, അതായത് ആദ്യം കാണുന്ന ഈ ഒരു സ്ക്വയേഴ്സ് രണ്ടും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് 12 സെന്റിമീറ്റർ ആണ്. അത് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഒരു സൈഡ് 12 സെന്റിമീറ്റർ ആണ്. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ? കുട്ടികൾ ടൈപ്പ് ചെയ്യാം. ആദ്യത്തെ ഈ സ്ക്വയറിന്റെ രണ്ടും ഒരുപോലുള്ളതാണെന്ന് പറഞ്ഞു. എന്നാലും ഈ ഒരു ആദ്യത്തെ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ്? ഒരു സൈഡ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞു. കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം. എത്രയാണ്? കോമസ്റ്റായ കുട്ടികൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എത്രയാണ്. ഇതിൽ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത് എന്നാണ് എന്റെ ചോദ്യം. കാരണം 4 സൈഡാണുള്ളത്. ഒരു സൈഡ് 12 ആകുമ്പോൾ 12 into 4 is equal to 48 എന്നുള്ളത് സെന്റിമീറ്റർ എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. എന്റെ രണ്ടാമത്തെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ഒരു ചെറിയ ഈ ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് നിങ്ങൾക്ക് ഞാൻ തരികയാണ് 56 സെന്റിമീറ്റർ. 56 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റുമുള്ള അളവ്, ചെറുതിന്റെ 56 സെന്റിമീറ്റർ. എങ്കിൽ വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത്? അതിന്റെ വീതി എത്രയായിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയായിരിക്കും? ഈ ഒരു ചെറിയ കൊച്ചു വീതി എത്രയായിരിക്കും? ഇത് മൊത്തം നിങ്ങൾക്ക് ഞാൻ തരുന്നത് 56 ആണ് ഇതിന്റെ ചുറ്റളവെങ്കിൽ അതിന്റെ വീതി എത്രയായിരിക്കും? പേരൻസ് അത്യാവശ്യ ഘട്ടത്തിലാണ് അവരെ സഹായിക്കാം. 4. എങ്ങനെയാണ് ഇത് 4 കിട്ടുന്നത്, 4 കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് 12 സെന്റിമീറ്റർ ആണ്, ഇതും 12 സെന്റിമീറ്റർ ആണ്. 2 12 കൂടിയാൽ ഇതിന്റെ നീളം 24 കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. താഴെ 24 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചു റെക്ടാങ്കിളിന്റെ മേലെയും 24 വരേണ്ടതാണ്, 24. ഇപ്പൊ 2 24 കൂട്ടിയാൽ നമുക്ക് 48 കിട്ടും. അപ്പം നീളം 2 കൂട്ടിയിട്ട് 48 കിട്ടിയാൽ മൊത്തം നിങ്ങളോട് 56 ആണ് പറഞ്ഞിരിക്കുന്നത്, 56 ആണ് പറഞ്ഞിരിക്കുന്നത്. 56-ൽ നിന്ന് 48 മൈനസ് ചെയ്താൽ എത്രയാണ് സാൻവിയ? 56-ൽ 48 മൈനസ് ചെയ്താൽ എത്രയാണ് എന്റെ ചോദ്യം? 8. അപ്പൊ ഇതിന്റെ വീതി 2 കൂട്ടിയാണ് നമുക്ക് 8 കിട്ടുന്നതെങ്കിൽ വീതി ശരിക്കും എത്രയായിരിക്കണം? 4. അപ്പൊ നമ്മുടെ വിഡ്ത്ത് 4 ആണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരിക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ മൂന്നാമത്തെ ചോദ്യം എന്തായിരിക്കുമെന്ന്? ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്തായിരിക്കുമെന്ന് കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് പറയട്ടെ. ശരി. മൂന്നാമത്തെ ചോദ്യം എന്തായിരിക്കും? ഇപ്പൊ ഇതിന്റെ നീളമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ പ്രശ്നമില്ല. മൂന്നാമത്തെ ചോദ്യം എന്തായിരിക്കുമെന്ന് ഏറ്റവും വലിയ, അതായത് ഈ ഒരു ഫിഗറിന്റെ റെക്ടാങ്കിളാണല്ലോ വരുന്നത്. ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഇതിന്റെ മൊത്തം പെരിമീറ്റർ എത്രയാണ്? അല്ലെങ്കിൽ ചുറ്റളവ് എന്നാണ് മലയാളത്തിൽ പറയുക.
ചുറ്റളവ് എത്രയാണ്? ഇതിന്റെ മൊത്തം പെരിമീറ്റർ എത്രയായിരിക്കും? ആൻസർ ടൈപ്പ് ചെയ്യാം. നേരത്തെ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് മേലെ 24 എന്ന് പറഞ്ഞു, ഇതിന്റെ അടിയിലും 24 ആണെന്ന് പറഞ്ഞു. എങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ ഒരു ചെറിയ 4 ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോഹോസ്റ്റായ കുട്ടികൾക്ക് മറുപടി പറയാം. 80 സെന്റിമീറ്റർ ആണ്. വെരി ഗുഡ്. 80 സെന്റിമീറ്റർ ആണ്. എങ്ങനെയാ അവളെ കിട്ടിയത്? 24 + 24. അപ്പൊ ഈ സൈഡ് എത്ര ഉണ്ടാവും? ഈ വീതി സൈഡ് ഈ സൈഡ് എത്ര ഉണ്ടാവും? വീതിയുടെ ഭാഗം ബ്രെഡ്ത്ത് 16. അതായത് ഇവിടെയുള്ള 12 ആണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 12 + 4 16 ആണ്. അപ്പൊ 2 16 കൂടി വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 80. അപ്പം ഒരു ഫിഗറിൽ നിന്ന് ഇങ്ങനെ 3 ചോദ്യങ്ങൾ വരുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഒരു ഫിഗറിൽ നിന്ന് 3 ചോദ്യങ്ങൾ. അപ്പം ഇത്തരം ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ശ്രദ്ധിക്കുക, പേരൻസ് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ വായിക്കാം. അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു സ്ക്വയറാണ് വരയ്ക്കുന്നത്. അത് വരച്ചു. അത് 3 സെന്റിമീറ്റർ കൊടുക്കാം. നിങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞാൽ യെസ് പറയണം. കോസ്റ്റ് 4ാമത് ഒന്നുകൂടി കൊടുക്കാം. അതും സ്ക്വയർ തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. സ്മോൾ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ചോദ്യം ഇതാണ് നിങ്ങളോട്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? ഈ ഫിഗറിന്റെ ചുറ്റുമുള്ള അളവ് എത്രയാണ്? 28 ആണ്. 28 സെന്റിമീറ്റർ ആണ്. എങ്ങനെയാണ് 28 കിട്ടുന്നതെന്ന് നോക്കിക്കോളൂ എല്ലാവരും. ഈ അടിയിലുള്ള ഈ സൈഡ് 4 + 3 + 2 + 1 ആണ്. 4 + 1 + 2 + 3 + 4 എത്രയാണ്? കോഹോസ്റ്റ്. അവര് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കോഹോസ്റ്റ് ആക്കിയത്. അവർ മിണ്ടാതിരുന്ന നടക്കില്ല. ഇനി ഇവിടെ അടിയിൽ 10 ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ മേലെയും എന്തായാലും 10 ആയിരിക്കും. കാരണം ഇത് 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പം അതേ 10 മേലെയും വരും. ഇനി അടുത്ത പ്രശ്നം, ഈ ഒരു സൈഡ് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ 4 ആണ്. അപ്പൊ നിങ്ങൾക്ക് 2 10 കിട്ടി, ഒരു 4 കിട്ടി. പിന്നെയാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. ഈ ഒരു സൈഡ് മാത്രം കൂട്ടിയാൽ പോരാലോ. ഇതൊരു 1 ഇവിടെ ഉണ്ട്. ഇവിടെയും കയറി നിൽക്കുന്ന ഒരു 1 നിങ്ങൾക്ക് കാണാം. ഇവിടെയും 1 സെന്റിമീറ്റർ കയറി നിൽക്കുന്നത് കാണാം. ഇവിടെയും 1 സെന്റിമീറ്റർ കയറി നിൽക്കുന്നത് കാണാം. അതിന്റെ അർത്ഥം എന്താണ്? 1 2 3 4 ഈ സൈഡിലുണ്ട് എന്നർത്ഥം. അപ്പൊ ഒരു 4 അവിടെ വന്നു. 10 + 10 + 4 + 4 = 28 സെന്റിമീറ്റർ ആണ്. ഞാൻ മൈക്ക് ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, 28 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഉറക്കെ യെസ് എന്ന് പറയാം. നോ പറഞ്ഞ കുട്ടികൾക്ക് വീണ്ടും ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ചാൽ മതി. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറെ നമ്മൾ ഫിഗർ കൊണ്ട് കളിക്കുന്നു. ഇനി നമുക്ക് ഒരു ചോദ്യമാവാം. The sum of consecutive natural numbers from 11 to 40. 11 to 40.
മറ്റതൊക്കെ അധികം വന്നു പോയതാണ് അവിടെ, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 11 to 40? അതിന്റെ മലയാളം ഇതാണ്. 11 മുതൽ 40 വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെയും എണ്ണം സംഖ്യകളുടെയും തുക എത്രയാണ്, സം എത്രയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ 11 + 12 + 13 + ഇങ്ങനെ പോയി +40 വരെ ആഡ് ചെയ്ത് നോക്കാൻ നമുക്ക് എക്സാമിനേഷൻ സെന്ററിൽ സമയം ഉണ്ടാവില്ല. ഇതിനെന്താണ് എളുപ്പമാർഗം? ഇനി ആൻസർ നോക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ആൻസർ കമന്റ് ചെയ്യാൻ നോക്കട്ടെ. നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാനുള്ള അവസരമാണ്. ആൻസർ കമന്റ് ചെയ്യാം. വാട്ട് ഈസ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 11 to 40? ആൻസർ കമന്റ് ചെയ്യാം. ആരെങ്കിലും ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. 765 is the right answer. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. 2-3 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാർഗം ഞാൻ പറയാം. The first number is 11 and the last number is 40. 11 plus 40 is equal to how much? 51. 51. Then 11 to 40, how many numbers? 11 മുതൽ 40 വരെ എത്ര നമ്പർ? അടുത്ത മാർഗം മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറയട്ടെ. അടുത്ത മാർഗം 40യിൽ നിന്ന് 11 ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 ആണ് മൈനസ് ചെയ്യേണ്ടത്. 11ന്റെ തൊട്ട് മുമ്പുള്ള ആളെ മൈനസ് ചെയ്യണം. 11 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 11 ഉൾപ്പെടില്ല. 11 ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പുള്ള 10നെ മൈനസ് ചെയ്യണം. ഇനി 11 അഥവാ മൈനസ് ചെയ്ത് പോയാൽ അവസാനം നിങ്ങൾ 1 ആഡ് ചെയ്താൽ മതി. എങ്ങനെയായാലും 13 നമ്പേഴ്സ് ഉണ്ട്. ആ 13 നമ്പേഴ്സിനെ നിങ്ങൾ പകുതിയാക്കുന്നു. നാച്ചുറൽ നമ്പേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചതാണല്ലോ. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന 51 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഈ 51 എനിക്ക് എങ്ങനെയാണ് മക്കളെ കിട്ടിയത്? 11 plus 40. 11 plus 40 ചെയ്താൽ ഈ 11 ഏതായിരുന്നു? 11 is the first number and 40 is the Last number. last number. ആ 2 നമ്പർ കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി 2 രീതിയിൽ 30 divided by 2. What is 30 divided by 2? 15. 15 into 51 is equal to 765. So 765 is our answer. 2-3 ചോദ്യം ഇപ്പൊ തന്നു. ഈ 3 ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്ത രീതി മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ്സിലെ ഇന്റർവെൽ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. ഞാനൊരു ബ്രേക്ക് തരും. ആ ബ്രേക്കിന്റെ ഇടയിൽ വിളിച്ചാൽ മതി. ഏതാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത് ആ സമയത്ത് വിളിക്കാം. 43യുടെ അടിയിലൊരു നമ്പർ ഉണ്ട്, 54ന്റെ അടിയിലൊരു നമ്പർ ഉണ്ട്, 65ന്റെ അടിയിലൊരു നമ്പർ ഉണ്ട്. അതിന് സ്യൂട്ടബിൾ ആയ നമ്പർ നിങ്ങൾ എഴുതണം. ആ 3 നമ്പർ ഇതൊക്കെ ആയിരിക്കും. 52, 63, 74 എന്ന ആൻസർ കിട്ടിയത് എന്റെ പേര് ടൈപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ 52 കിട്ടില്ലേ? Yes. Yes. And what is the difference of 36 and 45? 9. And what is the 45 and 54? 9. 9. And 44 plus 9 is equal to 63. Am I correct? Yes. Yes. 47. എത്ര ആഡ് ചെയ്താലാണ് 56 കിട്ടുക? 9. 9. 56 plus 9 is equal to 65. 9. 65 യുടെ 9 കൂടെ 74 കിട്ടും. ഇനി see the difference of 25 and 36. അപ്പൊ ഇത് നോക്കണല്ലോ. That is 11. 36 and 47, it's also 11. 53 and 63, this difference is 11.
63 and 74 difference is 11. So this is the way to find out. ഇനിയും വഴികളുണ്ട് കണ്ടുപിടിക്കാൻ. നമുക്കൊരു ബ്രേക്ക് ആവാം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, ഒരു 10-15 മിനിറ്റ് അവസാനിപ്പിക്കും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കോ പേരൻസിനോ എന്നെ നേരിട്ട് വിളിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ. ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഈ ക്ലാസ് വരും. 8686171729 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഏത് ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾക്ക് പിടുത്തം കിട്ടാത്തതെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാനത് ഒന്നുകൂടി വിവരിക്കും. 2, 3, 4, 5, 6 ഈ എഴുതിയതുപോലെ എഴുതണേ. 7, 8, 9, 10 ഇതൊരു പാറ്റേൺ ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉണ്ടാവും. ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. ഈ പാറ്റേൺ തുടരുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആദ്യത്തെ വരിയിലെ അവസാനത്തെ നമ്പർ 1 ആണ്. രണ്ടാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ 3 ആണ്. മൂന്നാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ 6 ആണ്. നാലാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ 10 ആണ്. ചോദ്യം ഇതാണ്, 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതാണ്? ലൈനിലെ ലാസ്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞു, 55 ആണ്. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 10 × 11/2 ചെയ്താൽ കിട്ടും. 10ന്റെ പകുതി 5 ആണ്. 5 × 11 = 55 ആണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക നിങ്ങളോട് അങ്ങനെ ആയിരിക്കണമെന്നില്ല, തിരിച്ച് ചോദിക്കാം. എങ്ങനെയാണ്? ഇങ്ങനെയൊരു ചോദ്യം വന്നു, 6th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? ആറാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചെങ്കിലോ? ഇവിടെ 4 വരിയെ എഴുതിയിട്ടുള്ളൂ, ബാക്കി എഴുതി നോക്കാതെ എങ്ങനെ പറയാൻ പറ്റും? എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞ് ആറാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? അപ്പൊ ആറാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ചോദിച്ചാൽ അവിടെ വേറൊരു തന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 5ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ 5നെ 6 കൊണ്ട് കൊടുത്തിട്ട് പകുതിയാക്കുന്നു. 5 × 6 30 ആണ്. 30യുടെ പകുതി 15 ആണ്. +1 കൂട്ടിയാൽ മതി. അങ്ങനെയാണ് 16 കിട്ടുന്നത്. ഇവിടെ മക്കൾ നോക്കിക്കോളൂ, മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 4 ആണ്. അത് രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറിനോട് 1 കൂട്ടിയിട്ടാണ്. നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 7 ആണ്. അത് നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ 7 ആണ്. അതിന് മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറിന്റെ കൂടെ 1 കൂട്ടിയതാണ്. അപ്പൊ നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ വെച്ചാൽ മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള വിദ്യയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഹോംവർക്കാണ്. ഈ ഹോംവർക്കുള്ള ആൻസർ നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് കമന്റ് ചെയ്യേണ്ടതാണ്. ചോദ്യം തരികയാണ്, രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ചെയ്യുക. Four, 0, 2, 8. These are ഈ 4 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് how many 4-digit numbers? How many 4-digit numbers can form without repeating the digits? Without repeating the digits. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ചോദ്യം മലയാളത്തിൽ പറയാം. അക്കങ്ങൾ ആവർത്തിക്കാതെ ഈ 4 അക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്.
4028 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ? ഇത് ഈ ഒരു ചോദ്യമാണ് ഇത് തരുന്നത്. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ ഞാൻ ചില സൂചനകളൊക്കെ തരാം. ഫോർ എക്സാമ്പിൾ 6, 2, 3 എന്നീ 3 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമെന്ന് വിചാരിക്കാം. ഞാൻ കുറച്ചുകൂടി മാറ്റി എഴുതാം. കുട്ടികൾ ബോർഡ് കാണുന്നില്ല എന്നുള്ള കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 6, 2, 3 ഇതുകൊണ്ട് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തത് 623 രണ്ടാമത്തത് 6 തന്നെ തുടങ്ങിയിട്ട് 6, 3, 2 എന്ന് എഴുതാം. 632. പിന്നെ നമുക്ക് 2 തുടങ്ങാം. 2, 6, 3 എന്ന് എഴുതാം. വീണ്ടും 2 തുടങ്ങി 2, 3, 6 എന്ന് എഴുതാം. പിന്നെ നമുക്ക് 3 തുടങ്ങാം. 3, 6, 2 എന്ന് എഴുതാം. 3, 2, 6 എന്ന് എഴുതാം. ഇത് മക്കളൊന്ന് കൂട്ടിയപ്പോ 1, 2, 3, 4, 5, 6. അപ്പം ഈ 3 ഡിജിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ എളുപ്പമാർഗം 3 ഡിജിറ്റാണ് ഉള്ളതെങ്കിൽ 1 × 2 × 3 അതുവരെ ചെയ്ത് കിട്ടുന്ന സംഖ്യയായിരിക്കും ഉത്തരം 6. അങ്ങനെയാണ് 6 കിട്ടുന്നത്. ഇതിൽ ഒരെണ്ണം 0 ആയി പോയിരിക്കാം. 603 ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ മക്കൾ ചെയ്യേണ്ട വേറൊരു തന്ത്രമാണ് 1, 2, 3 എന്നിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 0 ആണെങ്കിൽ നമുക്ക് അത്രയും ഉണ്ടാക്കാൻ പറ്റില്ല, 6 ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം 1 × 2 × ഈ 3ക്ക് പകരം 2 തന്നെ എഴുതിയാൽ മതി. 4 എണ്ണം നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ആ 4 എണ്ണം ഏതൊക്കെയെന്ന് നോക്കിക്കോളൂ. 1 603 603, മറ്റൊന്ന് 630 അത് റെഡിയാണ്. വേറൊന്ന് 0-ൽ നമുക്ക് തുടങ്ങിക്കൂടാലോ, അപ്പൊ കിട്ടില്ലല്ലോ. വേറൊന്ന് 360, മറ്റൊന്ന് 306. 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് 4 ഡിജിറ്റ് തന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് 0. മനസ്സിലാക്കേണ്ട കാര്യം 0 is a digit. 0 is the least digit. ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ മിക്കപ്പോഴും പറയുന്ന മറുപടി 9 ആയിരിക്കും. 0-നെ അവർ മറന്നു പോകുന്നു. The base of numbers are digits. So 0 is the first digit. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 to 9 we have 10 digits. അത് മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു.